മഴക്കാലത്ത് റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു. താലൂക്ക് പരിധിയിലെ വിവിധ സർക്കാർ കാര്യാലയങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ച് ഡാറ്റ കളക്ഷൻ നടത്തുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിനെ യോഗം ചുമതലപ്പെടുത്തി. മൂലങ്കോട് കിഴക്കഞ്ചേരി റോഡ്, തേങ്കുറിശി ഹൈസ്കൂളിന് മുന്നിലെ റോഡ്, കോട്ടായി പൂടൂർ റോഡ് തുടങ്ങിയവയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് വികസന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ആ റോഡ് നേരത്തെ കോൺക്രീറ്റ് ചെയ്ത റോഡ് മൊത്തം വെള്ളക്കെട്ടായി. ആ വെള്ളം എവിടേക്കും ഒഴിഞ്ഞു പോകാൻ പറ്റാതെ അങ്ങനെ ഇപ്പം വലിയ കുളപോലെ നിൽക്കുന്നത്. വടക്കഞ്ചേരി ടൗണിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ വികസന സമിതി അംഗം ആവശ്യപ്പെട്ടു. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുൻപായി ഡ്രെയിനേജുകളും തോടുകളും വൃത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെടുകയുണ്ടായി. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ KD പ്രസേനൻ MLA അധ്യക്ഷനായി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൈവശമുണ്ട്. അതൊന്ന് ക്രോഡീകരിച്ച് നല്ല അനുഭവപരിജ്ഞാനമുള്ളവർ ചെയ്യുന്ന ഒരു 5% കൂട്ടുകയൊക്കെ ചെയ്തിട്ട് ഓരോ വർഷത്തെയും ഡാറ്റ ഉണ്ടാക്കി കൊടുക്കുക. അതങ്ങനെ പറ്റില്ല. നമുക്ക് കൃത്യമായ ഡാറ്റ കിട്ടും. അപ്പോൾ ഒരു ആവറേജ് കണക്ക് വെച്ച് നമ്മളൊരു ഡാറ്റ സമാഹരിച്ചു കൊടുക്കുക. ആലത്തൂർ തഹസിൽദാർ K. ശരവണൻ സ്വാഗതം പറഞ്ഞു. PP സുമോദ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PT സഹദേവൻ, മിനി നാരായണൻ, കേരളകുമാരി, ഭാർഗവൻ, A. ഷൈനി, സതീഷ്, ലിസി സുരേഷ്, കണ്ണമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.